കൂത്താട്ടുകുളത്തെ കൗൺസിലർ കലാരാജു മാധ്യമങ്ങളെ കാണുന്നതിന് തത്സമയം കൗൺസിലേഴ്സ്, നഗരസഭ അധ്യക്ഷ, പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാര് ഇവരെല്ലാവരും നോക്കി നിൽക്കുകയാണ്. മൃഗീയമായിട്ട് തന്നെയാണ് എന്നെ ഉപദ്രവിച്ചത് അവര്. ഒരു സ്ത്രീയോട് ഞാനിപ്പോ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണേലും, പ്രത്യേകിച്ച് CPM എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകളാണ്. ഞാനും അവരുടെ ഒപ്പം ഈ എറണാകുളത്ത് തന്നെ സ്ത്രീകൾക്കെതിരെ എന്തക്രമം നടന്നത് അവരുടെയൊക്കെ മുമ്പിൽ കയറി നിന്ന് വാതോരാതെ മുദ്രാവാക്യം വിളിക്കുന്ന ആളാണ് ഞാന്. എന്നെ പൊതുജന മധ്യത്തിലിട്ട് എന്റെ മുടി എന്തായാലും മീഡിയ കള്ളം പറയില്ലല്ലോ, ഒരു നേരിട്ട് കണ്ട കാര്യമാണ്. എന്റെ മുടിക്കുത്തിന് ചുറ്റി ഒരു 18 വയസ്സ് പോലും തികയാത്തൊരു പയ്യൻ, അവൻ ആരാന്ന് എനിക്കറിയില്ല. അപ്പൊ പുറകിൽ നിന്ന് വളരെ ഇതായിട്ട് ഒച്ചപ്പാട് കേൾക്കാം, അവളെ അകത്ത് കയറ്റരുത്, അവളെ അകത്തേക്ക് വിടാൻ ഞങ്ങൾ സമ്മതിക്കുകയല്ല. അപ്പം CPM-ന്റെ ലോക്കൽ സെക്രട്ടറി പറയുന്നുണ്ട്, അവളെ കൊന്നു കളയടാ. ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നു. പക്ഷെ ഇവരുടെയൊക്കെ ഒച്ചയുണ്ടല്ലോ, ഏത് ഉറക്കത്തിൽ കേട്ടാലും എനിക്കറിയാം. കാരണം ഞാൻ ഇവരോട് തോളോട് തോള് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒരാളെ 4 ദിവസം കണ്ടില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ അതൊക്കെ ഒന്നും ആരെയും പൊട്ടന്മാരാക്കാൻ നമുക്ക് പറ്റില്ല. 25 വർഷം ഇതുവരെ പോലും ഇവര് പാർലമെന്ററി പാർട്ടിക്ക് ഞാൻ ചെന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ പാർലമെന്ററി പാർട്ടി ഇവര് വിളിച്ച സമയത്ത് ഞാൻ പങ്കെടുത്ത ആളാണ്. അന്ന് ഒരു നിർദ്ദേശം പാർട്ടി എനിക്ക് തന്നിരുന്നില്ല. പിന്നീട് എനിക്കും എന്റെ അമ്മയുടെ അസുഖമായിട്ടും അതുപോലെ തന്നെ എന്റെ ഒരു റിലേറ്റീവ് മരിച്ച സംഭവമായിട്ട് ഞാൻ എറണാകുളത്തുണ്ടായിരുന്നു. അവരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരുന്നത്. പാർട്ടിക്കാര് എന്റെ മൊബൈൽ താഴെ വീണ് പൊട്ടിയപ്പം സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പൊ അത് നമ്മൾ ഇതിന്റെ തിരക്കിൽ ശ്രദ്ധിക്കാതെ പോയി. ഒരു ഗ്യാപ്പിലാണ് ഇവര് പറയുന്നത്. ഇപ്പോഴാണ് അവര് പറയുന്നത് എന്നെ തട്ടിക്കൊണ്ട് പോയതാണെന്നോ അവര് എന്തൊക്കെയോ കേൾക്കുന്നു, അഭ്യൂഹങ്ങൾ കേൾക്കുന്നു. UDF എന്നെ തട്ടിക്കൊണ്ട് പോയിട്ടില്ല. ഞാൻ അത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല. തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് UDF-ന്റെ കൂടെ അവര് തട്ടിക്കൊണ്ട് പോകുമ്പം അത് നാടകീയമായിട്ട് പോകാൻ ഞാൻ അത്രയ്ക്കും തരംതാണ ഒരു പ്രവൃത്തിയിലേക്ക് പോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മരണവും ആവശ്യപ്പെട്ട് ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ അവര് തട്ടിക്കൊണ്ട് പോയെങ്കിൽ ഇപ്പോഴാണ് അവർ തട്ടിക്കൊണ്ട് പോകൽ നാടകം പറയുന്നത്. പക്ഷെ ഞാൻ മിസ്സിംഗ് ആണെന്നുള്ളതിനെ കുറിച്ച് ഒരു കേസോ ഒന്നുമില്ല. പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്ന. ഇപ്പോഴില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ നഗരസഭ ചെയർപേഴ്സൺ എന്നെ ഉപദ്രവിക്കുന്നതിന്റെ വിഷ്വലുണ്ട്. കൗൺസിലർമാരായ ജിഷ രഞ്ജിത്ത് എന്നെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന വിഷയമുണ്ട്. CPM-ന്റെ ലോക്കൽ സെക്രട്ടറി, അതുപോലെ തന്നെ DYFI-യുടെ നേതാവ് അരുൺ അശോകൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ്, ഇവരെല്ലാം അവളെ എടുത്ത് വണ്ടിയിലെ കയറിയടാ എന്നൊക്കെ പറയുന്നു. ഇതിപ്പം ലൈവായിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത് ആരോട് പറയാം? ഇങ്ങനെയൊക്കെ ഇത് കഥ മെനഞ്ഞതല്ലല്ലോ, ഇത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. അപ്പം CN മോഹൻ സഖാവ പറഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് തൽക്കാലം അവർക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ ചോദിക്കുന്നത്, ഒരു വനിതാ സഖാവിനെ ഇത്രയും പേര് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ഒരു പോലീസ് നോക്കി നിന്നു. അതുപോലെ വനിതാ കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു സംസാരിക്കുകയായിരുന്നു.